ശ്രദ്ധിക്കുക. നമ്മൾ റിവാലുവേഷൻ്റെ ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് ഒക്കെ കണ്ടു. അത് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത്. ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അപേക്ഷ പുനർമൂല്യനിർണയ ഫീസ് റിവാലുവേഷൻ ഫീസ് കൈപ്പറ്റി PD അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ്. സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവ 03 അതർ രസീതിൽ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റിവാലുവേഷന്റെ ഫീസ് PD അക്കൗണ്ടിലാണ് നമ്മൾ അടയ്ക്കേണ്ടത്. പലരും അത് റിവാലുവേഷൻ 03 അതർ രസീതിൽ അടയ്ക്കും. പിന്നീട് റിവാലുവേഷനിൽ മാർക്ക് വ്യത്യാസം വരുമ്പോൾ 10% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ പൈസ എടുത്തു കൊടുക്കാൻ അവർക്ക് പറ്റാതെയാവും. അവരെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് റിവാലുവേഷന്റെ പൈസ PD അക്കൗണ്ടിൽ മാത്രം നിക്ഷേപിക്കുക. എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകൾ പ്രത്യേക റിവാലുവേഷൻ ഫീസ് PD അക്കൗണ്ടിൽ മാത്രം നിക്ഷേപിക്കുക. സ്ക്രൂട്ടിനിയും ഫോട്ടോകോപ്പിയും മാത്രമേ 03 അതർ രസീതിൽ അടയ്ക്കേണ്ടതുള്ളൂ. അത് കൃത്യമായിട്ട് റീഫണ്ടിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽമാർ തുക അനുവദിച്ച് നൽകിയതിനു ശേഷം ഈ ശീർഷകത്തിൽ ട്രഷറിയിൽ അടയ്ക്കേണ്ടതാണ്. അതായത് റിവാലുവേഷൻ റിസൾട്ട് വന്ന് 10% കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളുടെ ലിസ്റ്റ് വരും. അവർക്ക് 500 രൂപ തിരിച്ചു കൊടുത്ത് ബാക്കി പൈസയാണ് 03 അതർ രസീതിൽ അന്ന് അടയ്ക്കാനേ പാടുള്ളൂ. ഇപ്പോൾ 03 അതർ രസീതിൽ റിവാലുവേഷൻ ഫീസ് അടയ്ക്കാൻ പാടില്ല. പുതിയ പ്രിൻസിപ്പൽമാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റി നമ്മൾ 03 അതർ രസീതിൽ പോയി അടയ്ക്കരുത്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിവിടെ ചലാൻ അടയ്ക്കാം. നമുക്ക് ഡിമാൻഡ് കൊടുക്കണം. ചലാൻ അടയ്ക്കാൻ വേണ്ടി നമുക്കറിയാം, ആദ്യം ഡിമാൻഡാണ് കൊടുക്കുക, പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, റെമിറ്റൻസ് ഹെഡ്. നമുക്ക് റിവാലുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഹെഡ് നമുക്ക് കൊടുക്കുക. റിവാലുവേഷൻ അല്ല, ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടിനിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ 03 അതർ രസീറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇത് നമുക്ക് സ്കിപ്പ്, ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, +1 ഇംപ്രൂവ്മെന്റിന്റെ റിവാലുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം, റിവാലുവേഷൻ അല്ല സ്ക്രൂട്ടിനിയും ഫോട്ടോ കോപ്പിയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടതുള്ളൂ. റിവാലുവേഷൻ പൈസ നമുക്ക് അടയ്ക്കേണ്ടത് PD അക്കൗണ്ടിലാണ്. ഈ ഒരു ഹെഡാണ് നമുക്ക് സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി അടയ്ക്കേണ്ടത്. ഈ ഒരു ഹെഡ് സെലക്ട് ചെയ്ത് സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി നിങ്ങൾ ഇവിടെ കൊടുക്കുക. സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി ഇവിടെ കൊടുക്കുക. സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി മാത്രം 03 അതർ രസീതിൽ കൊടുക്കുക. അതേ ചാനലിൽ തന്നെ നമുക്ക് PD അക്കൗണ്ടിലോട്ട് പൈസ അടയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ ആഡ് TSB രസീറ്റ്സ് ഡീറ്റെയിൽസിൽ ഓഫ് ആണ്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ PD അക്കൗണ്ട് ഉണ്ടാവും. അതിൽ എത്ര എമൗണ്ട് ആണെന്ന് ഇവിടെ കൊടുക്കുക. കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. PD അക്കൗണ്ടിൽ മാത്രം റിവാലുവേഷൻ ഫീസ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ കാണിക്കുക. ഇത്രയും കൊടുത്ത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ PD അക്കൗണ്ടിന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ആ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, ഇത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒറ്റ ചലാനിൽ തന്നെ നമുക്ക് 03 അതർ രസീറ്റ്സും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PD അക്കൗണ്ടിലേക്ക് ചലാൻ റിമിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, പേ സ്ലിപ്പ് എടുക്കുക. നമുക്കത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ പേയ്മെന്റ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് അത്രയുമാണ് ഈ PD അക്കൗണ്ടുമായി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട, PD അക്കൗണ്ട് അല്ല, ഈ ട്രഷറി സൈറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.